പാഠം 529. സത്യഭാമയെ സിനിമയിലെടുത്തു. ആ പത്രം കാണിച്ചേ. ഞാനത് വായിക്കുന്നുണ്ടല്ലേ ഭാമേ. ഒരു മിനിറ്റ്, ഒരു കാര്യം നോക്കാനാ. ഇത് തന്നെ. പുതുതായി കാന്തല്ലൂര് ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിലേക്ക് പുതുമുഖങ്ങളെ തേടുന്നു. എല്ലാ പ്രായക്കാരിലും പെട്ട അഭിനയശേഷിയും സൗന്ദര്യവുമുള്ള ആളുകൾക്ക് ഗസ്റ്റ് ഹൗസിൽ ബുധനാഴ്ച നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ. നീ കാണിച്ചത് എവിടുത്തെ മര്യാദയാണ്? ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രം പിടിച്ചു പഠിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാല് ഇതിന് മാത്രം അതിനകത്തുള്ളത്. ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ മോഹനട്ടാ. കാന്തല്ലൂരിൽ പുതിയ സിനിമയുടെ ഷൂട്ടിങ്. അതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കാൻ പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുള്ള പരസ്യ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ എന്താ കുറവ്? സൗന്ദര്യമില്ലേ? ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് മോഹനട്ട മിനിങ്ങാന്നോട് പറഞ്ഞാണല്ലോ. സിനിമയിൽ അഭിനയിക്കാൻ സൗന്ദര്യം മാത്രം പോരാ, അഭിനയിക്കാനുള്ള കഴിവും വേണം. ഞാൻ അഭിനയിക്കുന്ന സിനിമ ഹിറ്റായുള്ള അവസ്ഥയൊന്ന് മോഹനട്ടൻ ആലോചിച്ച് നോക്കിയേ. പിന്നെ അവസരങ്ങളൊരു ബഹളമായിരിക്കില്ലേ? ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിനെ പറ്റി ശിശുപാലന്റെ അഭിപ്രായം എന്താണ്? അതെന്താ സാർ ഇപ്പൊ എന്നോട് ചോദിക്കാൻ? അല്ല, പുറത്തുനിന്ന് ചില്ലറ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പറ്റി. അതൊക്കെ ശരിയായിരിക്കും. സാറിന്റെ പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമ വേറൊരു ലോകമാണ്. ഇഷ്ടം പോലെ കാശ്, പ്രശസ്തി, സൗകര്യങ്ങള്, ആ കൂട്ടത്തില് ഭയങ്കര തിരക്കും. വക്കീല് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ അവിടെ ഭയങ്കര താരാവും. പിന്നെ വക്കീലിനൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ സാറ് നേരത്തെ അനുവാദം ചോദിച്ച് കാത്തു നിൽക്കേണ്ടി വരും. അത് ഉറപ്പാണ്. സാറിന്റെ ഷർട്ടും മുണ്ട് അലക്കാനും തേക്കാനും 3 നേരം വാക്കിരുചായിട്ട് വല്ലതൊക്കെ വെച്ചു തരാനും ജോലിക്ക് ആളെ വെക്കേണ്ടി വരും. അക്കാര്യം ഉറപ്പാണ്. അങ്ങനെയല്ല സാറേ, വക്കീല് പറഞ്ഞ ഏതെങ്കിലും ഒരു ആഗ്രഹം സാറ് സന്തോഷത്തോടെ സമ്മതിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടിയിരുന്നത്. സോറി, ക്ഷമിക്കണം സാറേ. അടുത്ത കാലത്ത് വക്കീല് പറഞ്ഞൊരു ആഗ്രഹം പറ. അങ്ങനെ ചോദിച്ചാൽ വിദ്യാലക്ഷ്മി സ്നേഹലതയും ഇന്നലെ 2 എണ്ണം വാങ്ങി. എന്തു രസാന്നറിയാമോ? അതുകൊണ്ട് എനിക്ക് 2 സാരി വാങ്ങണം. എന്തിന് ഭാമേ? നമ്മൾ ഒരു സാധനം വാങ്ങുന്നത് ആ സാധനം കൊണ്ട് നമുക്ക് ഒരാവശ്യം വരുമ്പോഴാണ്. അല്ലാതെ കടയിലൊരു സാധനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് വാങ്ങേണ്ട ഒരു കാര്യവുമില്ല. ആ സാധനോട് എനിക്ക് ആവശ്യമുണ്ടെങ്കിലോ? എന്താവശ്യം? നീ കോടതി പോകുമ്പോ വെള്ള സാരിയിൽ എടുത്തോണ്ട് പോകുന്നത്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് നിനക്കിപ്പോ വേറെ സാരിയുടെ ആവശ്യമില്ല. വിദ്യാലക്ഷ്മിയെയും സ്നേഹലതയും പോലെ പണം ധൂർത്തടിക്കാൻ കെ മോഹനകൃഷ്ണൻ സമ്മതിക്കില്ല. ആളെത്തിയില്ല. എന്താണ് കയ്യിൽ വലിയ കൂടൊക്കെ? ഇതെന്താണ് ഇത്ര താമസിച്ചത്? ഞാന് ഇത് വാങ്ങാൻ പോയിരുന്നു. എന്താ ഇത്? കഴിഞ്ഞ ദിവസം നീ പറഞ്ഞില്ലേ ഗൗരി ടെക്സ്റ്റൈൽസിൽ പുതിയ ഫാഷൻ സാരിയൊക്കെ വന്നെന്ന്. അന്ന് കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാ സാരി വാങ്ങില്ല എന്ന് പറഞ്ഞത്. ഇന്ന് പൈസ കിട്ടുകൊണ്ട് വാങ്ങി. ഭാമേ, എനിക്ക് അന്തസ്സുള്ളൊരു ജോലിയുണ്ട്, തരക്കെട്ടില്ലാത്ത ശമ്പളമുണ്ട്. ഞാനാണെങ്കിൽ അതിൽ ഒരു പൈസ പോലും അനാവശ്യമായി ചെലവായി കളയുന്ന ആളുമല്ല എന്ന് നിനക്കറിയാലോ. ഓ, അത് എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം? ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതും ആ പണം സൂക്ഷിച്ചു വെക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് നീ ആലോചിക്കാറുണ്ടോ? ഞാനത് ആലോചിക്കാറുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മോനേട്ടാ. എനിക്ക് പേടിയുണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല, ആവശ്യത്തിന് പണം തികയാതെ വരുമോ എന്നോർത്താണല്ലോ നീ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. നമുക്ക് ആവശ്യത്തിനുള്ള പണം ഉള്ളപ്പോ പിന്നെന്തിനാ വെറുതെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നത്? അതിന് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാന്ന് മോഹനേട്ടൻ ആരാ പറഞ്ഞു? നീ രാവിലെ പറഞ്ഞില്ലേ? അത് മോഹനേട്ടൻ ഒരു കാര്യമില്ലാതെ രാവിലെ വഴക്ക് വന്നപ്പോഴല്ലേ? ഞാൻ വെറുതെ ഒന്ന് മൂപ്പിച്ചതല്ലേ, അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ വരതോ അറിയോ? പിന്നെ ആ കോളേജിലെ മികച്ച നടിയുടെ കഥയില്ലേ,
അതൊക്കെ പച്ചക്കള്ളല്ലേ? നാളെ ഇന്റർവ്യൂവിന് പോകുന്നു കുറച്ച് പറഞ്ഞതോ? ആ അത് സത്യ. എന്റെ മോഹനയുടെ ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ഇത്രയും കാലമായിട്ട് എന്റെ മോഹനയുടെ മനസ്സിലായി പോയതിനെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞത് എന്തിനാ?